ജിദ്ദയിൽ ഫ്രീസറുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ അതല്ല അങ്ങനത്തെ വാഹനങ്ങളുള്ള സുഹൃത്തുക്കളുണ്ടോ ഓൽക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതും നമ്മളെ ജിദ്ദയിൽ ആറാജില് സംഭവം എന്താ വെച്ചാൽ ഐസ് DNA പിക്കപ്പ് ഈ വാഹനങ്ങൾക്ക് നമ്മൾ തല്ലാജ് ഫിറ്റ് ചെയ്യണ അല്ലെങ്കിൽ അതിന് ബോക്സ് കിടണ ഒരു ടീം. ബാക്കി ഡീറ്റെയിൽസ് ഉള്ളതെന്ന് പറഞ്ഞുതരാം. ഇതുപോലത്തെ ബോക്സുകൾ നിങ്ങൾക്ക് പഴയ വാഹനങ്ങൾക്കോ പുതിയ വാഹനങ്ങൾക്കോ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടീം സെറ്റ് ആക്കി തരും. എങ്ങനെ പുതിയതാണെങ്കിൽ ശരി പഴയതാണെങ്കിൽ ശരി രണ്ടും ഇവിടുത്തെ റെഡിയാണ്. ചേസ് റെഡി ആണെങ്കിൽ ബോക്സും ഇവിടെ റെഡിയാ. അത് തല്ലാജ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, തല്ലാജ് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ, ഏത് ക്വാളിറ്റിയും സെറ്റ് അവിടെ. ഇതൊരു പുതിയ DNM ഒരു ബോക്സ് വിത്ത് തല്ലാജ് അടിച്ചോണ്ടിരിക്കണ്. പണി നടന്നുകൊണ്ടിരിക്കണ്. പണി നടന്നൊരു വാഹനം വേറെ. ഇതൊരു പുതിയ DN ആണ്. പക്ഷെ ഇതിന്റെ ബോക്സ് എടുക്കുന്നത് സെക്കൻഡ് ഹാൻഡും ആണ്. ആ കടക്കുന്ന ചില്ലർ ഫ്രഷ് A to Z വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടീം, അതും നമ്മുടെ ജിദ്ദയിലെ അറാജില്. ബാക്കി ഡീറ്റെയിൽസ് കൂടിയാണ് പറഞ്ഞുതരാം. പുതിയ മോഡൽ ഐസ് ഇപ്പൊ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ കമ്പനി നിർത്തി വെച്ചിരുന്നു. അപ്പം നിങ്ങൾക്ക് തല്ലാജ് കെട്ടണം അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു സെറ്റ് ചെയ്ത വാഹനമാണിത്. അതും ഒരു പഴയ മോഡൽ വണ്ടിയിൽ പുതിയ തല്ലാജ് ഫിറ്റ് ചെയ്തത്. ഫൈബർ ഇൻസുലേഷൻ, അതും അതിന് പുറമെ കൊറിയന്റെ ഒരു തല്ലാജ് ഫിറ്റ് ചെയ്ത ഒരു വാഹനമാണിത്. ഇതൊരു പാർട്ടിക്ക് വേണ്ടി സെറ്റ് ചെയ്താണ്. നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഷോപ്പിലേക്ക് വരാം. അഫോർഡബിൾ പ്രൈസിൽ എന്ത് ചെയ്താ ഇവർ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പൊ ഈ വർക്ക് ഷോപ്പിന്റെ സ്പോട്ട് എന്ന് വെച്ചാൽ ജിദ്ദയിൽ ആറാജില്. കമ്പനിന്റെ പേരെന്താ? M1 കോൾഡ് ചെയിൻ ടെക്നോളജീസ് കമ്പനി. ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ഇല്ല കിട്ടിയിട്ടില്ലേ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ പോലും മെസ്സേജ് തരും, ലൊക്കേഷൻ തരും. ഒരുപാട് A to Z വർക്കറിന് ഒരുപാട് എംപ്ലോയീസ് കൂടെ കിടക്കുന്നുണ്ട്. മക്കളെ മിസ് ചെയ്ത് നിൽക്കണ്ട. തല്ലാജുമായി വർക്കുകളിൽ പെട്ട അല്ലെങ്കിൽ ബോക്സ് കെട്ടണമെന്നുണ്ടെങ്കിൽ പുതിയ വാഹനങ്ങൾക്ക് എന്തിനും ഇവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ടീം വേറെ ലെവലാണ്.